ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറേ അല്ല. എൻ്റെ കയ്യിൽ ആകെയുള്ളത് 10,000 രൂപ മാത്രം വിലയുള്ള റെഡ്മി നോട്ട് 6 പ്രോ എന്ന മൊബൈൽ ഫോണാണ്. ഇതിലെ ക്യാമറയുടെ മെഗാ പിക്സൽ എന്ന് പറയുന്നത് 13 MB മെഗാ പിക്സൽ മാത്രമാണ്. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫോട്ടോസ് എടുക്കാറ്. നമ്മളുടെ കയ്യിൽ എല്ലാം മൊബൈൽ ഫോണുകളുണ്ട്. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് പലപ്പോഴും ശരിയാവാറില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു മൊബൈൽ ക്യാമറയിൽ നിന്നും നല്ല ചിത്രങ്ങൾ നമ്മൾക്ക് എടുക്കാൻ വേണ്ടി കഴിയും. അപ്പം അതിന് സഹായകരമാകുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം ഫോണിൽ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ക്യാമറ സെറ്റിങ്സിൽ ടേൺ ഓൺ ദ ഗ്രിഡ് ലൈൻ എന്ന ഓപ്ഷനാണ്. അതായത് നമ്മുടെ സെറ്റിങ്സ് എടുക്കുക, ക്യാമറ സെറ്റിങ്സ് എടുത്തു കഴിയുമ്പോൾ അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ ഷോ ഗ്രിഡ് ലൈൻസ് എന്നുള്ളത് കാണാം. അപ്പോൾ അത് ഓണാക്കി വെക്കുക. അപ്പോൾ ഇത് ഓണാക്കിയാൽ നമ്മുടെ ക്യാമറയിൽ 2 വെർട്ടിക്കൽ ലൈൻസും 2 ഹൊറിസോണ്ടൽ ലൈൻസും വരുന്നതാണ്. ഇതിനാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്രിഡ് ലൈൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ധാരാളം ലൈൻസ് വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെട്ടുകല്ലിൻ്റെ അവിടെ ഒരു ലൈൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആ ഗ്രിഡ് ലൈൻ യൂസ് ചെയ്ത് കറക്റ്റ് ആ വെട്ടുകല്ലിൻ്റെ അതേ ലൈൻസിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഡയമെൻഷനിലുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ചെരിഞ്ഞു പോകാൻ നമ്മുടെ ക്യാമറ ചിലപ്പോൾ ചെരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ബ്ലോക്കുകൾ കണ്ടില്ലേ? ഈ ബ്ലോക്കും കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഗ്രിഡ് ലൈൻസ് നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഹൈറ്റും അതിൻ്റെ ആ നേർരേഖയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഗ്രിഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് 2 സൈഡിലും ഒരേ ലെങ്ത് ആയിരിക്കും ഈ ഫോട്ടോയ്ക്ക് ഉണ്ടാവുക. കൃത്യമായ സിമെട്രിയിലുള്ള ഫോട്ടോ എടുക്കാൻ ഗ്രിഡ് ലൈൻസ് നമ്മളെ സഹായിക്കും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുക. നമ്മൾ ഈ ഗ്രിഡ് ലൈൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 പോയിന്റ്സ് കിട്ടും. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നത് ഈ 4 പോയിന്റ്സിൻ്റെ എവിടെയെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് പോയിന്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പിക്ചറായിരിക്കും കിട്ടുന്നതെന്നാണ് ഫോട്ടോഗ്രാഫേഴ്സ് പറയാറ്. അപ്പം നമുക്ക് പല രീതിയിലുള്ള ഫോട്ടോസ് എടുത്ത് നോക്കാം. എന്നിട്ട് ഇതിലേതാണ് ഏറ്റവും നല്ല ഫോട്ടോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ അത് ഈ 4 പോയിന്റിൽ എവിടെയെങ്കിലും ഉള്ള ഫോട്ടോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നന്നായി വരിക എന്നാണ് പറയാറ്. ഇതാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന റൂള്. ഈ റൂള് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അടുത്ത റൂളാണ് റൂൾ ഓഫ് സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫോട്ടോയിൽ നമ്മൾ നോക്കുമ്പോൾ പലരും പല സൈഡിലേക്ക് നോക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരാൾ നോക്കുന്ന ആ ദിശയിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് നമ്മൾ ഫോട്ടോയിൽ കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോയ്ക്ക് കൂടുതൽ ഭംഗിയുണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഈ 2 ഫോട്ടോകൾ നോക്കുക. ഇതിൽ അയാൾ നോക്കുന്ന ആ ഡയറക്ഷനിൽ കൂടുതൽ സ്പേസ് കൊടുത്തിട്ടാണ് ഫോട്ടോയ്ക്ക് കൂടുതൽ ഭംഗി വന്നിട്ടുള്ളത്. ചില അവസരങ്ങളിൽ നമ്മൾ ഫ്രെയിം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോസ് നോക്കുക. ഇതിൽ കുറേ ചെറിയ പൂക്കളാണ്. ഈ ചെറിയ പൂക്കളായതുകൊണ്ട് തന്നെ ഇത് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വന്ന് വലിയൊരു ഫോട്ടോ ആയിട്ട് എടുക്കുന്നതിനായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഈ 2 ഫോട്ടോസ് നോക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് അകലെ നിന്നും എടുക്കുന്നു, അടുത്ത് ക്ലോസപ്പ് ഷോട്ടായിട്ടും എടുക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ഭംഗി ആ ഫില്ല് ചെയ്തിട്ടുള്ള ഫോട്ടോയ്ക്കായിരിക്കും. അപ്പോൾ ഫിൽ ദ ഫ്രെയിം എന്ന ഓപ്ഷൻ നമുക്ക് ചില അവസരങ്ങളിൽ അതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോകൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില ഫോട്ടോസിൽ നമുക്കൊരു ലീഡിങ് ലൈൻസ് ഉണ്ടാവും. ഈ ഫോട്ടോ നോക്കുക. ഇത് സ്കൂളിൽ വടംവലി മത്സരം നടക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ ആ വടത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് നമുക്ക് കൂടുതലൊരു ശ്രദ്ധ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ആ സബ്ജക്റ്റിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ ലീഡിങ് ലൈൻ. അപ്പോൾ ഈ ലീഡിങ് ലൈൻ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് കൂടുതൽ ഭംഗിയുണ്ടാവും. പെട്ടെന്നുള്ള ആക്ഷൻസ് നടക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ക്ലിക്കുകൾ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നല്ല ഫോട്ടോയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ 2 ഫോട്ടോസാണിത്. അപ്പോൾ ഇത് കലന്തള്ളി പൊട്ടിക്കൽ മത്സരത്തിനിടയിൽ അപൂർവമായി കിട്ടിയൊരു ഫോട്ടോയാണ്. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിൽ പറയുന്നത് പോലെ
നല്ലൊരു മൊമെൻ്റ് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം, ആ നിമിഷത്തിലായിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ നല്ലൊരു ഫോട്ടോ കിട്ടുക. ഈ ഫോട്ടോഗ്രാഫി ദിനത്തിൽ മഴയെ പ്രണയിച്ച് ഭ്രാന്തമായ ക്ലിക്കുകൾ എടുത്തിരുന്ന ഒടുവിലൊരു മഴക്കാലത്തെ നൊമ്പരമായി യാത്രയായ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിനെ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്